ഹായ് ഫ്രണ്ട്സ്, കാർപ്പിടയത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ ഒരു എപ്പിസോഡിൽ നാം തുടങ്ങാൻ പോകുന്നത് IPCയിലെ ചില സെക്ഷൻസാണ്. നിങ്ങൾ ബേസിക്കായിട്ട് ഒരു സെക്ഷൻ എപ്പോഴും ഓർത്ത് വെക്കണം, 378. കാരണം 378 വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. സോ ഈ 378 കിട്ടണം. അതിനെ വെച്ചിട്ടായിരിക്കും ഫ്രണ്ടിലേക്കും ബാക്കിലേക്കൊക്കെ നിങ്ങൾ മൂവ് ചെയ്യേണ്ടത്. സോ തെഫ്റ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ സിലബസിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം, ഒരു IPC സെക്ഷനാണ് ഈ 378. ഇപ്പോൾ തെഫ്റ്റ് എന്ന് പറയുന്നത് 5 സെക്ഷനുകളിലാണ് ഈ തെഫ്റ്റ് കിടക്കുന്നത്. IPCയിൽ ഈ തെഫ്റ്റിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ, അതായത് തെഫ്റ്റ് എന്താണെന്ന് പറയുന്ന സെക്ഷനാണ് IPC 378 എന്ന് മനസ്സിലാക്കുക. അതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്. കളവ്, തെഫ്റ്റ് എന്ന് പറയുന്നത് IPC 378. ഈ 378 എന്നുള്ള നമ്പർ നിങ്ങളുടെ മനസ്സിൽ പതിയാണ്. അതിൽ നിന്ന് അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ മുന്നോട്ടും പിന്നോട്ടൊക്കെ പോകാൻ കഴിയും. മറ്റു സെക്ഷന് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ കഴിയും. സോ ഇവിടെ വേണ്ടത് എന്താണ്? IPC 378 എന്നുള്ളത് പഠിച്ചു വെക്കുക. നമുക്ക് IPC തന്നെയാണ് പഠിക്കാനുള്ളത്, അല്ലാതെ ഭാരത ന്യായ സംഹിതയല്ല. സിലബസ് തന്നിരിക്കുന്ന IPC ആണ്. അതുകൊണ്ട് തന്നെ IPC വെച്ചാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ആ ഒരു കൺഫ്യൂഷൻ ആദ്യം ഒഴിവാക്കാം. ഇപ്പോൾ തെഫ്റ്റ് എന്ന് പറയുന്നത് സെക്ഷൻ 5 എണ്ണാണെന്ന് എങ്ങനെ നമുക്ക് ഓർത്ത് വെക്കാമെന്ന് വെച്ചാൽ THEFT, തെഫ്റ്റ് എന്ന് പറയുന്നതിൽ 5 വേർഡ്സ് ആണുള്ളത്. സോ 5 സെക്ഷനുകളാണ് ഈ തെഫ്റ്റ് എന്ന് പറയുന്ന സെക്ഷനുകൾ ഈ പ്രശ്നത്തിൽ വരുന്നത്. അതായത് 5 തെഫ്റ്റ് എന്ന് പറയുന്ന 5 വേർഡ്സിൽ നിന്നാണ് നമുക്ക് ഈ 5 സെക്ഷൻ ഓർക്കാൻ കഴിയുക. അത് 378ലാണ്. 7ഉം 8ഉം ഉണ്ട്, പിന്നെ ഒരു 3, 7, 8ലാണ് തുടങ്ങുന്നത്. പിന്നെ നമുക്ക് എളുപ്പമാണ് 78, 79, 80, 81, 82 5 സെക്ഷനാണെന്ന് നമ്മൾ പഠിച്ചു. കാരണം തെഫ്റ്റിൽ 5 വേർഡാണുള്ളത്. സോ 5 സെക്ഷൻ. തെഫ്റ്റ് എന്താണെന്ന് നോക്കാം. IPC പ്രകാരം തെഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? തെഫ്റ്റ് എന്താണ്? തെഫ്റ്റ് എന്ന് വായിക്കാം. നമ്മൾ ഒരു കാര്യം ചെയ്യണം. ഈ തെഫ്റ്റ് എന്നുള്ളതൊന്നും ഒരിക്കലും മലയാളത്തിൽ വായിച്ചാൽ നിങ്ങൾക്ക് ആ വേർഡിങ്സ് ഒന്നും അത്ര ശരിയാവില്ല. സോ അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ എപ്പോഴും വെക്കുന്നത്. സോ എന്താണ് തെഫ്റ്റ്? ഹൂഎവർ ഇൻറ്റൻഡിങ് ടു ടേക്ക് ഡിസ്ഹോണസ്റ്റ്ലി എനി മൂവബിൾ പ്രോപ്പർട്ടി ഔട്ട് ഓഫ് ദി പൊസഷൻ ഓഫ് എനി പേഴ്സൺ വിതൗട്ട് ദാറ്റ് പേഴ്സൺ കൺസെൻറ്റ് മൂവ്സ് ദാറ്റ് പ്രോപ്പർട്ടി ഇൻ ഓർഡർ ടു സച്ച് ടേക്കിംഗ് ഈസ് സെറ്റ് ടു കമ്മിറ്റ് തെഫ്റ്റ്. എപ്പോഴാണ് ഒരു തെഫ്റ്റ് നടന്നു എന്നുള്ളതാണ് 378. അല്ലെങ്കിൽ എന്താണ് തെഫ്റ്റ്, കളവ് എന്നുള്ളതാണ് സെക്ഷൻ 378 പറയുന്നത്. അതായത് ഇത് പറയുന്നത് പ്രകാരമാണ് ആരെങ്കിലും ഡിസ്ഹോണസ്റ്റ്ലി, അതായത് ഒരു തെറ്റ് ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടി ഒരു മൂവബിൾ പ്രോപ്പർട്ടി എടുത്തു കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പ്രോപ്പർട്ടി, അത് വിലയുള്ളതും ആവാം വിലയില്ലാത്തതും ആവാം, അത് മറ്റൊരാളുടെ കൈവശം അല്ലെങ്കിൽ അയാളുടെ അധീനതയിൽ ഇരിക്കുന്ന ഒരു വസ്തുവാണ്. ഔട്ട് ഓഫ് ദി പൊസഷൻ ഓഫ് എനി പേഴ്സൺ, മറ്റൊരാളുടെ കൈവശമുള്ള ഒരു വസ്തുവാണ്, അയാളുടെ സമ്മതമില്ലാതെയാണ് എടുക്കുന്നത്. സോ ഇതിൽ വരുന്ന ഇൻഗ്രീഡിയൻസ് നിങ്ങൾ ഓർത്തു വെക്കണം. എന്താണ്? ഫസ്റ്റ്, ഒരാൾ എന്ത് ചെയ്യുന്നു? ഡിസ്ഹോണസ്റ്റി എന്നുള്ള വാക്ക് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. ഡിസ്ഹോണസ്റ്റി, ഒരു പ്രശ്നം, ഒരു കളവ് ചെയ്യണം എന്നുള്ള മനസ്സോടുകൂടി അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്യണം എന്നുള്ള മനസ്സോടുകൂടി ഡിസ്ഹോണസ്റ്റിയാണ് ചെയ്യുന്നത്. പിന്നെന്താണ്? മൂവബിൾ പ്രോപ്പർട്ടിയാണ്, എടുത്തു കൊണ്ടുപോകാൻ കഴിയുന്ന, ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വഹിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നൊരു പ്രോപ്പർട്ടിയാണ്. പക്ഷെ അതിൻ്റെ പ്രോപ്പർട്ടി വിലയെക്കുറിച്ച് എവിടെയും പറയുന്നില്ല, പ്രോപ്പർട്ടി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതെന്തായിരിക്കണം? മറ്റൊരാളുടെ പൊസഷനിലും ഇരിക്കണം, അയാളുടെ കൈവശമോ അതുപോലെ അദ്ദേഹത്തിൻ്റെ കൺസെൻറ്റ് ഇല്ലാതെയാണ്. സോ അടുത്തൊരു കാര്യം, കൺസെൻറ്റ് ഇല്ലാതെ ഒന്ന് അയാളുടെ പൊസഷനിലായിരിക്കണം, മറ്റൊരാളുടെ, ഈ എടുക്കുന്ന ആളുടെ അല്ലാത്ത മറ്റൊരാളുടെ പൊസഷനിലായിരിക്കണം, അയാളുടെ കൈവശമായിരിക്കണം. അല്ലെങ്കിൽ അതുപോലെ അദ്ദേഹത്തിൻ്റെ കൺസെൻറ്റ് ഉണ്ടാവരുത്, അതായത് അയാളുടെ സമ്മതമില്ലാതെയാണ് ഈ കൊണ്ടുപോകുന്നത്. ആ പ്രോപ്പർട്ടി അവിടെ നിന്ന് മൂവ് ചെയ്യിക്കണം. മറ്റൊരു കാര്യം, അതായത് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യപ്പെടണം ഈ ഒരു പ്രോപ്പർട്ടി. അങ്ങനെ എടുക്കുന്ന അങ്ങനെ ആരെങ്കിലും ഒരു സംഭവം ഈ ഒരു രീതിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ തെഫ്റ്റ് ചെയ്തു, കളവ് ചെയ്തു എന്ന് പറയുന്ന സെക്ഷനാണ് 378. ആരെങ്കിലും മറ്റൊരാളുടെ കൈവശം ഇരിക്കുന്ന ഒരു ചലിക്കാൻ കഴിയുന്ന വസ്തു അയാളുടെ സമ്മതമില്ലാതെ അവിടെ നിന്നും എടുത്തു കൊണ്ടുപോയാൽ
അതിന് പറയുന്നതാണ് തെഫ്റ്റ് എന്ന് പറയുന്ന സെഷനാണ് 378. തെഫ്റ്റിൽ 5 സെഷനാണ്. ആദ്യത്തെ സെഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ് തെഫ്റ്റ് എന്ന് പറയുന്നത്? ആരുടെയെങ്കിലും കൈവശമുള്ള സാധനം എടുത്തു കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമാണ്. സോ ഇതിൽ പറയുന്ന ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്ന് വിചാരിക്കുന്നു. എക്സ്പ്ലനേഷൻ നോക്കാം. സോ ഇതിൽ വേണ്ട ഇൻഗ്രീഡിയൻസ് ആദ്യം നോക്കാം. അപ്പോൾ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തെഫ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? തെഫ്റ്റ് എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ ഫസ്റ്റ് വേണ്ടത് ഡിസ്ഹോണസ്റ്റി. നിങ്ങൾ എഴുതി വെക്കേണ്ട ഫസ്റ്റ് സംഗതി, എഴുതി വെക്കേണ്ട, നിങ്ങൾ പഠിച്ചു തന്നെ പോവാം. ഡിസ്ഹോണസ്റ്റ്ലി ആയിരിക്കണം എടുക്കണം. അല്ലാതെ അയാൾക്ക് അറിയാതെ എടുത്തതോ ഒന്നും ആവരുത്. ഡിസ്ഹോണസ്റ്റ്ലി, അങ്ങനെ ഒരു തെറ്റ് ചെയ്യണമെന്ന് ഉദ്ദേശം അയാളുടെ മനസ്സിലുണ്ടാവണം. സോ ഡിസ്ഹോണസ്റ്റ്ലി അത് ആവണമെങ്കിൽ മാത്രമാണ് തെഫ്റ്റ് ആവുക. അല്ലെങ്കിൽ മറ്റു പലതും ആവും. തെഫ്റ്റ് 378 പ്രകാരം തെഫ്റ്റിൽ പെടണമെങ്കിൽ ഡിസ്ഹോണസ്റ്റ്ലി തന്നെ എടുക്കണം. രണ്ടാമത്തെ സംഗതി എന്താണ്? മൂവബിൾ പ്രോപ്പർട്ടി ആയിരിക്കണം. ചലിപ്പിക്കാൻ കഴിയുന്ന പ്രോപ്പർട്ടി ആയിരിക്കണം. അത് ഒരാളുടെ പൊസഷനിൽ ഇരിക്കുന്നതായിരിക്കണം. മൂന്നാമത്തെ കാര്യം, അത് ഒരാളുടെ കൈവശം ഇരിക്കുന്ന സംഗതി ആയിരിക്കണം. അദ്ദേഹത്തിൻ്റെ പൊസഷനിൽ ഇരിക്കുന്ന സംഗതി ആയിരിക്കണം. ദെൻ എന്താണ്? കൺസെൻറ്റ് ഉണ്ടാവരുത്. കൺസെൻറ്റ്, അയാളോട് സമ്മതം ചോദിക്കരുത്. അല്ലെങ്കിൽ അയാളോട് ഓട്ടോമാറ്റിക്കലി കൺസെൻറ്റ് ഉള്ളൊരു വ്യക്തി ആവരുത്. സോ അദ്ദേഹത്തിൻ്റെ കൺസെൻറ്റ് ആവശ്യമാണ്. അയാളോട് ചോദിച്ചിട്ട് എടുത്തിട്ടില്ലെങ്കിൽ പിന്നീട് അയാൾക്ക് അതിനെതിരെ കേസിന് പോകാനൊന്നും കഴിയില്ല. സോ കൺസെൻറ്റ് ഉണ്ടാവരുത്. പിന്നെന്താണ്? ആ പ്രോപ്പർട്ടി അവിടെ നിന്ന് മൂവ് ചെയ്യപ്പെടണം. ആ സംഗതി ഇപ്പോൾ എടുക്കുന്ന സ്ഥലത്ത് നിന്ന് അതവിടുന്ന് ആ പൊസിഷനിൽ നിന്ന്, അയാളുടെ പൊസിഷനിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരിക്കണം. ഈ 5 സംഗതികൾ ഉണ്ടെങ്കിൽ നമുക്ക് തെഫ്റ്റ് വന്നു എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഈ 5 സംഗതി എഴുതി വെക്കുക, ക്വസ്റ്റ്യൻ വായിക്കുക, അപ്പോൾ ഓരോന്ന് ടിക്ക് ചെയ്യുക. എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ തെഫ്റ്റ് 378. ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ്, സിമ്പിളാണ്. ഇത് നമ്മൾ ഇല്ലുസ്ട്രേറ്റ് ചെയ്ത് നമുക്ക് ഓരോ കാര്യങ്ങളും പറയുമ്പോൾ നിങ്ങൾക്ക് ഈ തെഫ്റ്റ് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഒരു എക്സ്പ്ലനേഷൻ തരാം. തെഫ്റ്റ് ഏതൊക്കെയാണ് തെഫ്റ്റായിട്ട് വരുന്നത്? അതായത് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പോൾ ഒരാൾ, നിങ്ങളുടെ അയൽവക്കക്കാരൻ എന്ത് ചെയ്തു? നിങ്ങളുടെ പറമ്പിലൊരു തേക്കുണ്ട്. സോ അയാൾ എന്ത് ചെയ്തു? രാത്രി വന്നിട്ട് ആ തേക്ക് മുറിച്ച് കൊണ്ടുപോയി. നിങ്ങളോട് ചോദിച്ചിട്ടില്ല, നിങ്ങളുടെ സമ്മതമില്ല. പക്ഷെ തേക്കാണ് എന്നുള്ളത് ഓർക്കണം, ഒരു മരമാണ്. അത് മുറിച്ച് കൊണ്ടുപോയാൽ അത് തെഫ്റ്റിൽ പെടും. ഇപ്പം നമ്മൾ എന്താണ് തെഫ്റ്റ് എന്ന് പഠിച്ചു, 5 കാര്യങ്ങൾ എന്തൊക്കെ വേണ്ടതെന്ന് പറഞ്ഞു. അത് വെച്ച് നിങ്ങൾ നോക്കുക, ഇത് തെഫ്റ്റ് ആണോ അല്ലേ? ഇതൊരു തെഫ്റ്റ് ആണ്. എന്തുകൊണ്ടാണ്? സോ ഇവിടെ നമുക്ക് ബേസിക്കായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ, മരം ഒരു മൂവബിൾ പ്രോപ്പർട്ടി ആണോ എന്നാണ്. മരം ഒരു മൂവബിൾ പ്രോപ്പർട്ടി അല്ല. പക്ഷേ മരം ഒരു മൂവബിൾ പ്രോപ്പർട്ടി ആവും എപ്പോൾ? അതിൻ്റെ മണ്ടക്ക് കത്തി വെച്ച് മുറിക്കുന്ന, അത് മരത്തിൽ നിന്ന്, ഭൂമിയിൽ നിന്ന് വേർപ്പെടുന്ന ആ സമയം മുതൽ അതൊരു മൂവബിൾ പ്രോപ്പർട്ടിയാണ്. സോ ബാക്കി വരുന്ന ഈ ഡിസ്ഹോണസ്റ്റ്ലി, അതുപോലെ മൂവ് ചെയ്യപ്പെടുകയോ അത് മറ്റുള്ളൊരാളുടെ, നിങ്ങളുടെ പൊസിഷനിലുള്ള സാധനവും അവിടുന്ന് മൂവ് ചെയ്യപ്പെടുകയും ചെയ്താൽ ആ മൂവ് ചെയ്യപ്പെടുന്ന സമയം മുതൽ അയാൾ മോഷണം ചെയ്തു എന്ന് പറയാം. സോ അതൊരു തെഫ്റ്റാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. സോ ഒരു കാര്യം, അറ്റാച്ച് ചെയ്യപ്പെട്ട, ഇപ്പോൾ ഭൂമിയോടോ മറ്റെന്തിനോടോ അറ്റാച്ച് ചെയ്യപ്പെട്ട ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിലും അത് എപ്പോഴെങ്കിലും മൂവബിൾ പ്രോപ്പർട്ടി ആയി കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ആ സമയത്ത്, കൺവേർട്ട് ചെയ്യപ്പെട്ട സമയം മുതൽ അതൊരു മൂവബിൾ പ്രോപ്പർട്ടിയാണ്. സോ അതെടുത്ത ആൾ തെഫ്റ്റ് ചെയ്തു. സോ ഈ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എടുത്ത് അപഹരിച്ചാലും അതൊരിക്കലും തെഫ്റ്റ് ആവുകയില്ല, വേറെ പല സെക്ഷനിലാണ് വരിക. സോ മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് തെഫ്റ്റ് ആയി മാറുകയുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു മറ്റൊരു കാര്യം എടുക്കാം. ഇപ്പോൾ മരത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ, ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഫ്രണ്ടിൽ ഒരു പ്രതിമ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. സോ അത് പ്രതിമ ഉറപ്പിച്ച് വെച്ചതുകൊണ്ട് ഇത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ്. പക്ഷെ ആ പ്രതിമ നല്ല വിലപിടിപ്പുള്ളൊരു പ്രതിമയാണ്. ഇപ്പോൾ തെഫ്റ്റിൻ്റെ കാര്യത്തിൽ വിലപിടിപ്പ് ആവശ്യമില്ല, വിലപിടിപ്പ് നോക്കുന്നില്ല. അത് ഒരാളുടെ പൊസിഷനിൽ എന്ത് സാധനം എടുത്താലും, അയാളുടെ അനുവാദം എടുത്താലും അത് തെഫ്റ്റ് തന്നെയാണ്.
സോ ഈ ഒരു ഈ പ്രതിമയിൽ കുറേ ഗോൾഡോ എങ്കിലൊക്കെ ഉണ്ടെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിലാണല്ലോ അതെടുത്ത് കൊണ്ടുപോകുക, അല്ലാത്ത സാഹചര്യം ഉണ്ടാവില്ലല്ലോ. സോ അത് ആ സമയത്തൊരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ്. പക്ഷേ അതൊരാൾ ബ്രേക്ക് ചെയ്തു, ഒരു കള്ളൻ വന്നിട്ട് ബ്രേക്ക് ചെയ്തിട്ട് എടുത്തു കൊണ്ടുപോയാൽ എന്തായി? അത് തെഫ്റ്റായി. കാരണം അവിടെ അത് മൂവബിൾ പ്രോപ്പർട്ടി ആയി മാറി. ആ ബ്രേക്ക് ചെയ്ത സമയം മുതൽ അതൊരു മൂവബിൾ പ്രോപ്പർട്ടിയാണ്. സോ അതെടുത്ത് കൊണ്ടുപോയാൽ അതൊരു തെഫ്റ്റായി മാറും. സോ സിമ്പിളി ഒരു തെഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോയിലേക്ക് നോക്കുക. ഇപ്പോൾ രണ്ടാൾ തമ്മിൽ പരസ്പരം കണ്ടുമുട്ടുകയാണ്. സോ അയാളുടെ പോക്കറ്റിൽ നിന്ന് പേഴ്സ് ചാടുന്നു. ആ നിമിഷം അയാളത് പിക്ക് പോക്കറ്റ് ചെയ്യുന്നു, പോകുന്നു. സോ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ആ പേഴ്സ് എന്ന് പറയുന്നത് മറ്റൊരാളുടെ പൊസിഷനിലുള്ള സാധനമാണ്. അയാളത് എടുക്കുന്നുണ്ട്. വീണപ്പോൾ കളഞ്ഞു കിട്ടുകയല്ല, മറിച്ച് അവിടെ ചെയ്യുന്നത് വീണപ്പോൾ അയാൾ കാണാതെ പൊസിഷനിൽ എടുത്തു കൊണ്ടുപോയി. സോ ഇതിലെല്ലാം വന്നു ഡിസ്ഹോണസ്റ്റ് ഇൻറ്റൻഷൻ ഉണ്ട്. അയാൾ വന്ന് മുട്ടുന്നത് തന്നെ എന്തിനാ? ഈ പേഴ്സ് പിക്ക് പോക്കറ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോയിൽ അയാൾ വന്ന് മുട്ടുന്നത്. സോ രണ്ടാമത്തെ കാര്യം, ആ പേഴ്സൺ അയാളുടെ പൊസിഷനിൽ മറ്റൊരാളുടെ പൊസിഷനിലുള്ളതാണ്, അതും ശരിയാണ്. 3, അത് മൂവബിൾ പ്രോപ്പർട്ടിയാണ്. പേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന, മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. സോ അതും ആ ഇൻഗ്രീഡിയൻറ്റും വന്നിട്ടുണ്ട്. പിന്നെന്താണ്? ആ വസ്തു മൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ ആ ഇൻഗ്രീഡിയൻറ്റും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് 378 വരുന്ന തെഫ്റ്റാണ് എന്ന് മനസ്സിലാക്കാം. സോ അടുത്തൊരു സെനാരിയോ എന്ന് പറയുന്നത് 378മായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഇല്ലുസ്ട്രേഷനാണ്. അതായത് നിങ്ങളുടെ വീട്ടിൽ സ്ഥിരമായി വരുന്നൊരു ഫ്രണ്ട്. സോ എന്ത് ചെയ്യുന്നു? ഈ ഫ്രണ്ട് ഒരു ദിവസം നിങ്ങളില്ലാത്ത സമയത്ത് നിങ്ങളുടെ വീട്ടിൽ നല്ല വിലപിടിപ്പുള്ള ഏതെങ്കിലും ഒരു ഡോഗ് ഉണ്ട്. സോ ഈ ഒരു ഡോഗിന് എന്ത് ചെയ്യുന്നു? ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കും. സോ ഈ ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്ത് എന്ത് ചെയ്യുന്നു? ഫോട്ടോയിൽ കാണുന്ന പോലെ ഈ ഡോഗ് എന്ത് ചെയ്യുന്നു? ഇയാളെ പിന്തുടർന്ന് അങ്ങനെ അയാൾ ആ ഡോഗിനെ കൈക്കലാക്കി കൊണ്ടുപോകുന്നു. ഇത് തെറ്റാണ് എന്നുള്ളതാണ് നിങ്ങളോടുള്ള എൻ്റെ ചോദ്യം. നമുക്കുള്ള 3-4 പോയിന്റുകളുണ്ട്. അതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഒന്ന് ചിന്തിക്കുക, മനസ്സിലിട്ടൊന്ന് ചിന്തിച്ചിട്ട് ശരിയാണോ നോക്കുക. ഫസ്റ്റ് എന്താണ്? ഡിസ്ഹോണസ്റ്റ് ഇൻറ്റൻഷൻ ഇല്ലെങ്കിൽ അയാൾ ബിസ്ക്കറ്റ് ഇട്ട് ഗേറ്റിന് പുറത്തേക്ക് കൊണ്ടുപോകില്ല. ഫസ്റ്റ് കറക്റ്റാണ്. 2, ഈ പൊസിഷൻ നായ ആരുടെ കയ്യിലാണ്? നായ ഈ ഓണറുടെ, നിങ്ങളുടെ കയ്യിലുള്ള നായയാണ്. സോ പൊസിഷൻ നിങ്ങളുടെ കയ്യിലുള്ളതാണ്. 2. 3 എന്താണ്? 3 മൂവിങ് പ്രോപ്പർട്ടി. ഡോഗ് എന്താണ്? ഡോഗ് മൂവിങ് പ്രോപ്പർട്ടി ആണോ? ശരിക്കൊന്ന് ആലോചിച്ചു. ഡോഗ് മൂവിങ് പ്രോപ്പർട്ടി ആണ്. സോ ആ ഡോഗിനെ എടുത്തു കൊണ്ടുപോകുമ്പോൾ മൂവിങ് പ്രോപ്പർട്ടിയാണ്. സോ എന്താണ്? പ്രോപ്പർട്ടി മൂവിങ് ആണ്. അടുത്തത് എന്താണ്? പൊസിഷനിൽ നിന്ന് മാറിയോ? നിങ്ങളുടെ കയ്യിൽ നിന്നും പൊസിഷൻ ഉണ്ടായിരുന്നത്, അതിൻ്റെ ഓണർ നിങ്ങളായിരുന്നു, അത് നിങ്ങളുടെ കയ്യിൽ നിന്നും പോയിട്ടുണ്ടോ? ഉണ്ട്. അത് അയാളുടെ കൂടെ പോയില്ലേ? സോ എന്താണ്? അതൊരു കളവായി. 378 പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കളവ് നടന്നപ്പെട്ടിട്ടുണ്ട്. സോ ഈ മരത്തിൻ്റെ കാര്യവും ഡോഗിൻ്റെ കാര്യവും നിങ്ങൾ മനസ്സിൽ കറക്റ്റായിട്ട് വെക്കണം. കാരണം ഡോഗ് ആണെന്നതുകൊണ്ട് ഇനി ഒരുപാട് സെക്ഷൻ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഇത് ഈ പറയുന്ന ഇല്ലൂസ്ട്രേഷൻ ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിക്കുക, ഒരു സെനാരിയോ തരും, ഒരു എക്സാമ്പിൾ തരും. ഇത് തെഫ്റ്റിൽ വരുമോ, അല്ലെങ്കിൽ ഡിക്കോയിറ്റി, റോബറി, അങ്ങനെ മറ്റു പലതിലും വരുമോ എന്ന് ചോദിക്കുമ്പോൾ, IPC സെക്ഷനിൽ വരുമോ ചോദിക്കുമ്പോൾ തെഫ്റ്റിൽ പെടുമോ ഇല്ലേ എന്നുള്ളത് കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയണം. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ആദ്യമായിട്ട് പഠിച്ചത്. സോ അതിനനുസരിച്ച് നിങ്ങളത് മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കുക. ഈ സംഭവങ്ങളെല്ലാം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്? തെഫ്റ്റാണ്. പിന്നെ റോബറി, ഡിക്കോയിറ്റി വരാനുള്ള കാരണങ്ങൾ ഉണ്ടാവും. അതുകൂടി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ തെഫ്റ്റിനെ കൂടുതലായിട്ട് പഠിയും. അപ്പോൾ തെഫ്റ്റ് ഏതാ, റോബറി ഏതാ, ഡിക്കോയിറ്റി ഏതാ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് പഠിയും. സോ ഈ ഒരു 378 എന്നുള്ള സെഷൻ ഇപ്പോൾ പക്കായിട്ടുണ്ടാവും. ഇനി നമുക്ക് അടുത്തത് 379 എന്ന് പറയുന്നത് എന്താണ്? പണിഷ്മെൻ്റ് ആണ്. 379 എന്ന് പറയുന്നത് തെഫ്റ്റിനുള്ള, ഈ പറഞ്ഞ തെഫ്റ്റിനുള്ള, 378 പറഞ്ഞ തെഫ്റ്റിനുള്ള പണിഷ്മെൻ്റ് ആണ് 379. പണിഷ്മെൻ്റ് എന്താണെന്ന് ഞാൻ ലാസ്റ്റേ പറയുള്ളൂ. കാരണം പണിഷ്മെൻ്റ് അത്ര പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല. എത്ര വർഷമാണ് പണിഷ്മെൻറ്റ് കിട്ടുക എന്ന് ചോദിക്കില്ല. പക്ഷേ പണിഷ്മെൻറ്റ് സെഷൻ ഏതാണെന്ന് ചോദിക്കും. പണിഷ്മെൻറ്റിൻ്റെ സെഷൻ 379 ആണെന്ന് പഠിച്ചു വെക്കുക. ലാസ്റ്റ് സെഷനിൽ നമുക്ക് സമയമുണ്ടെങ്കിൽ എന്തൊക്കെയാണ് പണിഷ്മെൻറ്റ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കാം. സോ ഇപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് സെഷൻ 378 നമ്മൾ പഠിച്ചു. എന്താണ്?
ഇൻഗ്രീഡിയൻസ് ആണ്. അതായത് ഒരു തെഫ്റ്റ് ആവണമെങ്കിൽ എന്താണ് തെഫ്റ്റ്, ബേസിക്കലി ഒരു തെഫ്റ്റ് എന്താണ്, ആ തെഫ്റ്റിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നാണ് വളരെ സിമ്പിളായിട്ട് നമ്മൾ ഈ 3-4 പോയിന്റുകൾ ഉണ്ടെങ്കിൽ ഒരു കാര്യം തെഫ്റ്റ് ആവും എന്നുള്ള കാര്യം പഠിച്ചു. സോ 378 കുറച്ച് എക്സാമ്പിളുകൾ പറയാം. അത് തെഫ്റ്റ് ആണോ എന്ന് പറയണം. നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളിപ്പോൾ മനസ്സിലാക്കി എന്താണ് തെഫ്റ്റ് എന്നുള്ളത്. സോ എന്താണ്, ഒന്ന് എ പുട്ട് എ ബൈറ്റ് ഓഫ് ഡോഗ്, അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്തത് എ മീറ്റ് എ ബുള്ളോക്ക് ക്യാരിയിങ് എ ബോക്സ് ഓഫ് ട്രഷേഴ്സ്. He drives the bullock in a certain direction in order that he may dishonestly take the treasure. As soon as the bullock begins to move, A has committed theft of the treasure. അതായത് ഒരു ബുള്ളോക്ക് കാർട്ടിൽ, ഒരു കാളവണ്ടിയിൽ എന്തോ ഒരു വിലപിടിപ്പുള്ള ഒരു ട്രഷർ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഈ സീനിലേക്ക് ഒരാൾ വരുന്നു. അയാൾ എന്ത് ചെയ്യുന്നു, ഈ മൂവ് ചെയ്യുന്ന ഈ ബുള്ളോക്ക് പോകുന്നൊരു ഡയറക്ഷൻ അതിൽ നിന്ന് മാറ്റിയിട്ട് മറ്റൊരു ഡയറക്ഷനിലൂടെ കൊണ്ടുപോവുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഹി മേ ഡിസ്ഹോണസ്റ്റ്ലി ടേക്ക് ദി ട്രഷർ, അത് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ്. സോ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഈ ബുള്ളോക്കാർട്ട് നീങ്ങിയത് മുതൽ അയാൾ തെഫ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങളുടെ യുക്തി വെച്ചിട്ട്, ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒന്ന് നോക്കുക, ശരിയാണോ തെറ്റാണോ. ശരിയാണ്, കാരണം അവിടെ ഡിസ്ഹോണസ്റ്റ് ഉണ്ട്. പൊസിഷൻ കൈമാറുന്നത് നിങ്ങളുടെ ബുള്ളോക്കാർട്ടല്ല, ആ ട്രഷർ നിങ്ങളുടെ അല്ല. സോ ആ കൈവശത്തിൽ നിന്നും വേറെ കൈവശപ്പെടുത്തുന്നുണ്ട്. ആ ഡയറക്ഷൻ മാറുന്നതോടുകൂടി അയാളുടെ ഇൻറ്റൻഷൻ വ്യക്തമായി, അയാൾ എടുക്കാനും പോവുകയാണ് ആ സംഭവം. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, പിന്നെ ഇതൊരു മൂവബിൾ പ്രോപ്പർട്ടിയാണ്. ട്രഷറിന് ഡയറക്ഷനൊക്കെ മാറ്റാൻ കഴിയുന്നുണ്ട്, എടുത്തു കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. സോ മൂവബിൾ പ്രോപ്പർട്ടിയാണ്. സോ അതുകൊണ്ട് തന്നെ ഇതൊരു തെഫ്റ്റാണ് 378 പ്രകാരം. മറ്റൊരു ക്വസ്റ്റ്യൻ, എ ബീയിങ് Z servant and entrusted by Z with the care of Z plate dishonestly runs away with plate without Z consent. A has committed theft. അതായത് നിങ്ങളുടെ വീട്ടിലൊരു സെർവൻ്റ് ഉണ്ട്. ആ സെർവൻറ്റിനെ നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങളൊരു ദൂരയാത്രക്ക് പോവുകയാണ്. സോ എന്ത് ചെയ്തു, ഈ സ്വർണത്തിൻ്റെ തെളിവുകയാണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങളുടെ വീട്ടിലുള്ള സെർവൻ്റ് ഉണ്ട്, ആ സെർവൻറ്റിനെ ഏൽപ്പിക്കുകയാണ്. ഇത് ഞാൻ വരുന്നത് വരെ സൂക്ഷിക്കണം, ആരും അടിച്ചു കൊണ്ടുപോകാതെ നോക്കണം, കള്ളന്മാരൊന്നും കൊണ്ടുപോകാതെ നോക്കണം, മറ്റാർക്കും കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളൊരു യാത്ര പോയി. പക്ഷെ എന്ത് ചെയ്തു, ഇതിൻ്റെ ഇടയ്ക്ക് ഈ സെർവൻ്റ് ഇത് അടിച്ചു മാറ്റി കൊണ്ടുപോയി വിറ്റു, അല്ലെങ്കിൽ പുട്ടടിച്ചു. സോ ഈ ഒരു സംഭവം നടന്നാലും എന്ത് ചെയ്യും, ഇതൊരു തെഫ്റ്റായിട്ട് 378 പ്രകാരം തെഫ്റ്റാണെന്നാണ് പറയുന്നത്. അടുത്തത് മറ്റൊരു എക്സാമ്പിൾ പറയാം. Z going on a journey. Z entrusted his plate to A, the keeper of the warehouse, till Z shall return. A carries the plate to a goldsmith and sell it. Here the plate was not in Z possession. It could not therefore be taken out of Z possession, and A has not committed theft, though he may be committed criminal breach of trust. സെയിം സംഭവമാണ്. ഇവിടെ എന്താണ്, നിങ്ങൾ എന്ത് ചെയ്തു, ഒരു യാത്രക്ക് പുറപ്പെടുന്നതിന് മുമ്പ് എന്ത് ചെയ്തു, ഇതുപോലെ വില പിടിപ്പുള്ള എന്തെങ്കിലും പ്ലേറ്റോ മറ്റെന്തെങ്കിലും എന്ത് ചെയ്തു, ഈ പ്ലേറ്റുകളും ഇതൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ബാഗോ അങ്ങനെ എന്തെങ്കിലും വില പിടിപ്പുള്ള ഒരു സാധനമാണ്, അതൊക്കെ സൂക്ഷിക്കുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നിങ്ങൾ കൊടുക്കണം. അതിൻ്റെ ആളെടുത്ത് കൊടുത്ത് നിങ്ങൾ റെസിപ്റ്റൊക്കെ വാങ്ങി. സോ നിങ്ങൾ എന്ത് ചെയ്തു, അയാളോട് ഇത് സൂക്ഷിച്ചു കൊള്ളണം, ഞാൻ വരുന്നത് വരെ എന്ന് പറയാണ്. സോ അങ്ങനെ കൊണ്ടുപോയി നിങ്ങൾ യാത്ര പോയി. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, ഈ വെയർ ഹൗസിൻ്റെ കീപ്പർ എന്ത് ചെയ്തു, ഈ സാധനം എടുത്ത് മറച്ച് വിറ്റ് കാശാക്കി അല്ലെങ്കിൽ പുട്ടടിച്ചു. സോ ഈ ഒരു സന്ദർഭത്തിൽ അത് തെഫ്റ്റാണോ എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഇവിടെ ഒരു നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആവുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഈ ഒരു സാധനത്തിൻ്റെ താൽക്കാലിക ഉടമസ്ഥത എന്ത് ചെയ്യുന്നുണ്ട്, മറ്റൊരാളിലേക്ക് കൈമാറുന്നുണ്ട്. സോ ഉടമസ്ഥ ഇപ്പോൾ അയാളുടെ പൊസഷൻ ആരുടെ കയ്യിലാണ്? നമ്മൾ പറഞ്ഞു പൊസഷൻ ചേഞ്ച് ചെയ്യണമെന്ന്. സോ നിങ്ങൾ ആൾറെഡി പൊസഷൻ ചേഞ്ച് ചെയ്തിട്ടാണ് പോകുന്നത്. അതായത് ഈ വെയർ ഹൗസുകാരന് പൊസഷൻ കൊടുത്തു, ഇപ്പോൾ അതിൻ്റെ സർവ്വ അവകാശി ലിറ്ററലി ആർക്കാണ്? ഈ വെയർ ഹൗസ് കീപ്പ് ചെയ്യുന്ന ആളുകൾക്കാണ്, അല്ലെങ്കിൽ കീപ്പ് ചെയ്യുന്ന ആൾക്കാണ്.
സോ അതാണ് അയാളുടെ അടുത്ത് മറിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതൊരു ക്രിമിനൽ ഒഫൻസായി മാറുന്നുണ്ടെങ്കിലും ഇത് തെഫ്റ്റ് 378 അനുസരിച്ചുള്ള തെഫ്റ്റായി മാറുന്നില്ല. അതിന് കാരണം എന്താണ്? അതിന് കാരണം നിങ്ങളുടെ പൊസഷൻ ചേഞ്ച് ചെയ്തിരുന്നു. അതുകൊണ്ട് ആ പൊസഷൻ എടുത്ത് വിറ്റപ്പോൾ അയാളുടെ കയ്യിലുള്ള സാധനം തന്നെ എടുത്ത് കൊണ്ടുപോയി വിറ്റത് കൊണ്ട് പൊസഷൻ അവിടെ കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല. അല്ലെങ്കിൽ അയാളുടെ അറിവോടുകൂടി മാത്രമാണ് അത് കൈമാറ്റം ചെയ്യുന്നത്. നിങ്ങളുടെ പൊസിഷനിലല്ല ആൾറെഡി ഈ പ്ലേറ്റ് അല്ലെങ്കിൽ ഈ വില പിടിച്ച സാധനം, അത് നിങ്ങൾ ആൾറെഡി പൊസിഷൻ കൈമാറിയിട്ടാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു തെഫ്റ്റ് അല്ല. ഇത്തരത്തിലുള്ള ചോദ്യമായിരിക്കും നിങ്ങളോട് ചോദിക്കുക. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നിങ്ങളുടെ സംശയം ഉണ്ടാവും, ഇപ്പം സെർവൻറ്റിന് നമ്മൾ പൊസിഷൻ കൈമാറിയില്ലേ എന്നൊരു സംശയം. നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ വരാം. ഇവിടെ എന്താണ്, സെർവൻറ്റ് നമുക്ക് 3 ആളുകളുണ്ട്. നമ്മളെ ഇൻട്രസ്റ്റ് ചെയ്യപ്പെടുന്ന സെർവൻറ്റ്, ഭാര്യ, വിശ്വസിച്ചേൽപ്പിക്കുന്ന, അതുപോലെ ക്ലർക്ക്, ഇവർക്കൊക്കെ നമ്മൾ പൊസഷൻ കൊടുത്താലും, ഇപ്പോൾ ഒരു സാധനം നോക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചാലും പൊസഷൻ അവിടെ കൈമാറുന്നില്ല. കാരണം ഓൾറെഡി ഇൻട്രസ്റ്റഡ് ആളുകളാണ്, നിങ്ങൾക്ക് അത്രയും വിശ്വാസമുള്ള ആളുകളാണ്. അവിടെ പൊസഷൻ കൈമാറപ്പെടുന്നില്ല. ആ വീട്ടിലുള്ള ആളുകളാണ് സെർവൻ്റ് എന്ന് പറയുന്നതും, അല്ലെങ്കിൽ അയാളുടെ ബിസിനസ്സിലുള്ള ക്ലർക്ക്, ഓഫീസിലുള്ള ക്ലർക്ക് എന്ന് പറയുന്നതും, ഭാര്യ എന്ന് പറയുന്നവരൊക്കെ എന്താണ്, അയാൾ പൊസഷൻ കൈമാറാതെ തന്നെ ആൾറെഡി ആ വീട്ടിലുള്ളവരല്ലേ. സോ നിങ്ങൾ കൈമാറി, അവർക്ക് ഈ സാധനം കൈമാറിയാലും പൊസഷൻ അവിടെ നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. അതിൻ്റെ പൂർണ്ണ അധികാരം നിങ്ങൾക്ക് വിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ആൾറെഡി നിങ്ങൾ എൻട്രസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലോസ് നിങ്ങൾ പഠിക്കണം. ഈ സെർവൻറ്റോ ഭാര്യയോ അത് കുട്ടികളോ അതുപോലെ തന്നെ ക്ലർക്കോ ആണെങ്കിൽ പൊസഷൻ കൈമാറ്റം ചെയ്യപ്പെടില്ല. അവർക്ക് നിങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിച്ച് കൊടുത്താലും അതിൻ്റെ പൊസിഷൻ അപ്പോഴും നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്, അല്ലെങ്കിൽ ആരാണോ ഏൽപ്പിക്കുന്നത് അയാളുടെ കയ്യിൽ തന്നെയാണ്. പക്ഷെ മറ്റൊരു തേർഡ് പാർട്ടി, മൂന്നാമതൊരാളെ ഏൽപ്പിക്കുകയാണെങ്കിൽ പൊസിഷൻ കൈമാറുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള നിങ്ങൾക്ക് വിശ്വാസയോഗ്യമായ ഈ സെർവൻറ്റോ ഭാര്യയോ അല്ലെങ്കിൽ ക്ലർക്കോ ആണെങ്കിൽ ഒരിക്കലും പൊസിഷൻ കൈമാറപ്പെടുന്നില്ല. അത് പൊസിഷൻ നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. കാരണം ആ വീട് തന്നെ അവരെ ഏൽപ്പിച്ചാൽ പോകുന്നത്. അപ്പോൾ വീട് മൊത്തം അവരുടെ കയ്യിൽ പൊസിഷൻ ഏൽപ്പിച്ചു എന്ന് പറയാൻ കഴിയില്ല. കാരണം നിങ്ങൾക്ക് പകരക്കാരനായിട്ട് അയാൾ വർക്ക് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഒരു പകരക്കാരൻ മാത്രമാണ്, നിങ്ങൾ തന്നെയാണ് അയാൾ. പക്ഷേ അയാൾക്ക് നമ്മൾ പൊസിഷൻ കൊടുക്കുന്നില്ല. ഇതെന്തും ചെയ്തോ എന്ന് പറയുന്ന ഒരു പൊസിഷൻ കൊടുക്കുന്നില്ല. മറ്റ് തേർഡ് പാർട്ടി കൊടുക്കുമ്പോൾ നമ്മളത് പൊസിഷൻ കൈമാറുന്നുണ്ട്. നമ്മുടെ കയ്യിലിരിക്കുന്ന വസ്തു മറ്റൊരാൾക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ രണ്ടാമത്തെ വെയർ ഹൗസുകാരനാണെങ്കിലും അവിടെ ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ഉണ്ട്. അയാളൊരു വിശ്വസിച്ച് ഏൽപ്പിച്ച സാധനം കൊണ്ടുപോയി വിൽക്കുകയാണ്. സോ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നമുക്ക് വരുന്നത് IPCയിൽ വരുന്ന സെക്ഷൻ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ആണ്. ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് അനുസരിച്ചാണ് നിങ്ങൾ ഒരു SI ആയാൽ അതിൽ നിങ്ങൾ കേസ് ഫയൽ ചെയ്യേണ്ടത് ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് അനുസരിച്ചാണ്. പക്ഷെ ഭാര്യ, ക്ലർക്ക്, അതുപോലെ സെർവൻ്റൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, അവിടെ നിങ്ങൾ തെഫ്റ്റ് ആയിട്ട് തന്നെയാണ് കണക്കാക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. സോ ഈ 2 സംഗതി വളരെ ഈസി ആയിട്ട് മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു സാഹചര്യമാണ്. A finds a ring belongs to Z on a table in the house which Z occupies. Here the ring is in Z possession and if dishonestly removes it, A commits theft. അതായത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു മേശമ കൊണ്ടുപോയിട്ട് ഒരു മോതിരം കൊണ്ടുവച്ചിട്ടുണ്ട്. എന്ത് ചെയ്തു, അത് നിങ്ങളുടെ വീട്ടിൽ വരുന്ന ഒരു ഫ്രണ്ട് അത് അവിടുന്ന് എടുത്തു കൊണ്ടുപോയി. പക്ഷെ എന്താണ്, ഇവിടെ പൊസഷൻ നിങ്ങൾ മേശപ്പുറത്താണ് വെച്ചിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള ഒരു സാധനം അല്ല എന്ന് വിചാരിച്ച് അത് തെഫ്റ്റ് ആവാതിരിക്കില്ല. അതും തെഫ്റ്റാണ്. കാരണം പൊസഷൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നതാണ്. അത് എവിടെ വെച്ചാലും, ആ വീടിൻ്റെ കോമ്പൗണ്ടിൽ എവിടെ വെച്ചാലും നിങ്ങളുടെ പൊസിഷനിലാണ് ഉള്ളതെന്ന് അയാൾക്ക് ബോധ്യവുമുണ്ട്. അതുകൊണ്ട് എന്താണ്, ഡിസ്ഹോണസ്റ്റി ആണ്. പിന്നെ ആ സാധനം അവിടെ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട്, പൊസിഷൻ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്, മൂവിങ് പ്രോപ്പർട്ടിയാണ്, എല്ലാം വരുന്നുണ്ട്. സോ അത് തെഫ്റ്റാണ്. അത്രേ ഉള്ളൂ. ഇനി മറ്റൊരു സന്ദർഭം. A finds a ring lying on the high road not in possession of any person. A by taking it commit no theft, though he may be commit criminal misappropriate of property. ഇപ്പോൾ നിങ്ങൾ നടന്നു പോകുമ്പോൾ വഴിയിൽ നിന്നൊരു ചെയിന് കളഞ്ഞു കിട്ടുന്നു. സോ ആ ചെയിന് നിങ്ങളെടുത്ത് പോക്കറ്റിലിടുന്നു. എന്നിട്ട് അത് കൊണ്ടുപോയി വിൽക്കുന്നു. സോ ഇവിടെ നിങ്ങൾ തെഫ്റ്റ് ചെയ്തിട്ടില്ല. കാരണം നിങ്ങൾക്ക് ഈ മാല ആരുടെ കയ്യിലുള്ള സാധനമാണെന്ന് നിങ്ങൾക്കറിയില്ല. സോ അതുകൊണ്ട് തന്നെ എന്താണ്, ഇതിൻ്റെ പൊസഷൻ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ അത് നിങ്ങളുടെ അടുത്ത്, ആരുടെ കയ്യിൽ കിട്ടുമ്പോൾ അവരുടെ പൊസിഷനിലാണ്. പക്ഷേ എന്താണ്, നിങ്ങൾക്കത് വിൽക്കാനുള്ള അവകാശം ഉണ്ടോ? ഇല്ല. നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥന്
കണ്ടെത്താനുള്ള ഒരുപാട് മാർഗ്ഗമുണ്ട്. നിയറസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഉണ്ട്, അവിടെ കൊണ്ടു കൊടുക്കാം. പക്ഷെ നിങ്ങളെടുത്ത് അത് വിൽക്കുന്നതോടുകൂടി നിങ്ങൾ എന്ത് ചെയ്തു? അവിടെ ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് പ്രോപ്പർട്ടി, നിങ്ങൾ ദുർവിനിയോഗം ചെയ്തു ഈ ഒരു സമ്പത്തിനെ. ആ ഒരു IPC സെക്ഷൻ വെച്ച് നിങ്ങൾക്ക് ശിക്ഷ കിട്ടും. പക്ഷേ 378 നിങ്ങൾക്ക് ചാർത്താൻ കഴിയില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു കേസ് വന്നാൽ നിങ്ങൾ 378 എടുക്കരുത്. മറ്റൊരു സന്ദർഭം, ഇപ്പോൾ നിങ്ങളിങ്ങനെ നടന്നു പോവുകയാണ്, നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരാൾ നടന്നു പോകുന്നുണ്ട്. സോ നിങ്ങൾ ബാക്കിൽ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് അയാളുടെ കയ്യിൽ നിന്നും പോക്കറ്റിൽ നിന്ന് പേഴ്സ് താഴെ വീണു. സോ നിങ്ങൾ എന്ത് ചെയ്തു? മെല്ലെ ചെന്ന് ആ പേഴ്സ് എടുത്തു, എന്നിട്ട് പോക്കറ്റിലിട്ടു. ഈ ഒരു സന്ദർഭത്തിലാണെങ്കിൽ നിങ്ങൾ തെഫ്റ്റ് 378 പ്രകാരം തെഫ്റ്റ് ചെയ്തു. അവിടെ എന്താണ്? ആ പൊസിഷൻ അയാളുടെ കയ്യിലാണെന്ന് നിങ്ങൾക്കറിയായിരുന്നു. ആ സാധനം എടുത്ത് വിൽക്കണം എന്നുള്ള ഡിസ്ഹോണസ്റ്റ് ഇൻറ്റൻഷൻ നിങ്ങൾക്കുണ്ട്. അത് പേഴ്സ് എന്ന് പറയുന്ന ഒരു മൂവബിൾ പ്രോപ്പർട്ടിയാണ്. ആ പൊസിഷൻ നിങ്ങളെടുത്ത് നിങ്ങളുടെ പോക്കറ്റിലിട്ടു. സോ അത് മൂവ് ചെയ്തു, അതെടുത്തു, അത് വിറ്റു. സോ എന്താണ്? IPC 378 പ്രകാരം നിങ്ങൾ തെഫ്റ്റ് ചെയ്തു. അത്രേ ഉള്ളൂ. നേരത്തെ പറഞ്ഞതും ഇപ്പോൾ പറഞ്ഞതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാം. ഇനി ഏതെങ്കിലും ഇതുപോലെ ഉദാഹരണത്തിൽ കൺഫ്യൂഷൻ വരികയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, അവിടെ തന്നെ ഉത്തരം നൽകുന്നതായിരിക്കും. അപ്പോൾ 379 പണിഷ്മെൻ്റാണ്. അതൊന്ന് പറഞ്ഞു പോവാം. എന്താണ്? whoever commits theft shall be punished with imprisonment of either description for a term which may extend to 3 years or with fine or with both. ഇത് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ മാത്രം പഠിച്ചാൽ മതി. ഒരിക്കലും എത്ര വർഷമാണ് തെഫ്റ്റിന് പണിഷ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളൊരു ചോദ്യം വരില്ല. മറിച്ച് വരാൻ പോകുന്നത് ഏത് സെഷനിലാണ്, IPCയുടെ ഏത് സെഷനിലാണ് പണിഷ്മെൻറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് എന്നുള്ള ചോദ്യമായിരിക്കും വരിക. സോ സമയമുണ്ടെങ്കിൽ ലാസ്റ്റ് എന്ത് ചെയ്യുക? ഈ പണിഷ്മെൻറ്റിനെ കുറിച്ച് പഠിക്കുക. എങ്കിലും മനസ്സിലാക്കി വെക്കുക, 3 വർഷമാണ്, അല്ലെങ്കിൽ ഫൈനാണ്, അല്ലെങ്കിൽ 2 കൂടിയോ. അതായത് 3 വർഷം അതെന്ത് ചെയ്യാം? ഫൈനോട് കൂടിയോ 2 കൂടിയോ ഫൈനായിട്ടോ കിട്ടാം. ബേസിക്കലി 3 വർഷമാണെന്ന് ഓർത്ത് വെക്കുക. ഇനി 380 നോക്കാം. 380 എന്താണ് പറയുന്നത്? ആദ്യം 380 സെഷനിൽ എന്താ പറയുന്നത് നോക്കാം. whoever commits theft in any building, tent or vessel, which building, tent or vessel is used as a human dwelling or used for the custody of property, shall be punished with imprisonment either description for a term which may extend to 7 years, also shall be liable to fine. ഇനി പറയുന്ന ബാക്കിയുള്ള എല്ലാ സെക്ഷനും, ഈ 378 അല്ലാത്ത എല്ലാ സെക്ഷനും, 378 അടിസ്ഥാനപരമായിട്ട് എന്താണ് തെഫ്റ്റ് എന്നാണ് പറയുന്നത്, ഏതൊക്കെ തെഫ്റ്റ് ആവും എന്നുള്ള കാര്യം പറയുന്നു. ഇനി അങ്ങോട്ട് പറയുന്നതൊക്കെ എന്താണ്? വ്യത്യസ്ത തരത്തിലുള്ള തെഫ്റ്റിനുള്ള പണിഷ്മെൻറ്റിനെ കുറിച്ചാണ്. ഈ 378 പറഞ്ഞ തെഫ്റ്റിനുള്ള പണിഷ്മെൻ്റാണ് 379 പറഞ്ഞ 3 വർഷവും ഫൈനോ അല്ലെങ്കിൽ 2 കൂടിയോ ലഭിക്കാവുന്നത്. 380 വരുമ്പോൾ എന്താണ്? ആരെങ്കിലും ഒരു ബിൽഡിങ്ങിൽ, അതായത് താമസ സ്ഥലത്തിനോ ഏതെങ്കിലും വസ്തുക്കൾ, വിലപിടിച്ച വസ്തുക്കൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലത്തോ വെസലോ അല്ലെങ്കിൽ ഒരു ഷിപ്പോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ബിൽഡിങ്ങോ ടെൻറ്റോ, ആളുകൾ താമസിക്കുന്ന ടെൻറ്റോ, ഈ സ്ഥലങ്ങളിൽ, ഈ പറയപ്പെടുന്ന 3 സ്ഥലങ്ങൾ, ബിൽഡിങ്, വെസൽ അല്ലെങ്കിൽ ടെൻറ്റ്, ഇവിടുന്ന് എന്തെങ്കിലും മനുഷ്യന് വാസസ്ഥലമായി ഉപയോഗിക്കുന്ന മറ്റെന്തെങ്കിലും കാര്യം ഈ ഒരു കസ്റ്റഡിയിൽ, അവരുടെ കസ്റ്റഡിയിൽ എടുക്കുന്ന സാധനം അവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോയാൽ എന്തു ചെയ്യും? 7 വർഷം, ചിലപ്പോൾ 7 വർഷം മാത്രമായിട്ടോ അല്ലെങ്കിൽ 7 വർഷവും ഫൈനായിട്ടോ കിട്ടുമെന്നാണ് പറയുന്നത്. സോ അതിൻ്റെ ഇല്ലുസ്ട്രേഷനും ഉദാഹരണങ്ങളും നമുക്കൊന്ന് നോക്കാം. 380 എന്താണ്, എങ്ങനെയാണ് 380 എന്നാണ് നമുക്ക് ഈ മീശ മാധവൻ എന്ന് പറയുന്ന സിനിമയിലെ ഒരു രംഗം നോക്കാം. ഇതിൽ ദിലീപ് എന്ന് പറയുന്ന കഥാപാത്രം എവിടെയാണ് കയറുന്നത്? ഒരു വീട്ടിലാണ് കയറുന്നത്. സോ 378 നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ്? ഒരു വീട്ടിൽ, ഒരു മനുഷ്യവാസമുള്ള സ്ഥലത്ത് കയറണം. അവിടെ എന്ത് ചെയ്യണം? മറ്റൊരാളുടെ കൈവശത്തിലുള്ള സംഗതി അവിടെ നിന്നാണ് അടിച്ചു മാറ്റുന്നതെങ്കിൽ, ഇപ്പം നേരത്തെ പറഞ്ഞ 378 കാര്യങ്ങൾ ഇവിടെ വരുമ്പോഴെന്ത് ചെയ്യും? അതൊരു വാസസ്ഥലം അല്ലെങ്കിൽ ഒരു ഷിപ്പ് അല്ലെങ്കിൽ ഒരു ബിൽഡിങ് മനുഷ്യവാസ സ്ഥലത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കൾ സൂക്ഷിക്കാനോ ഉപയോഗിക്കുന്ന സ്ഥലമാണ് മാറിയാൽ അവിടെ 380 വരും. അപ്പോൾ അവിടെ 378 അല്ല കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ 379 അല്ല. ഇവിടെ നമ്മൾ IPCയുടെ സെഷൻ ഇടുമ്പോൾ എപ്പോഴും ശിക്ഷ കൊടുക്കുന്ന വകുപ്പാണ് ഇടുക. 379 ആണ് ഇടുക. ഇപ്പോൾ പിക്ക് പാക്കറ്റിംഗ് ആണെങ്കിൽ നമ്മൾ 379 ആണ് ചാർജ് ചെയ്യുക. ഇവിടെ ഈ ഒരു ദിലീപിന് നമ്മൾ ചാർജ് ചെയ്യുക, പിടിച്ചാൽ 380 ആണ്. 7 വർഷത്തെ തടവാണ് അല്ലെങ്കിൽ ഫൈനോ ആണ് കൊടുക്കുക.
സോ ഇവിടെ ദിലീപ് എന്ത് ചെയ്യുന്നു, ഈ വീട്ടിൽ കയറിയിട്ട് എന്ത് ചെയ്യുന്നു, ജഗതി എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ വീട്ടിൽ കയറി ആധാരം പിള്ളേച്ചന് വേണ്ടിയിട്ട്, പിള്ളേച്ചൻ്റെ വീട്ടിൽ കയറിയിട്ട് എന്ത് ചെയ്യുന്നു, നമ്പൂരിച്ചന് വേണ്ടിയിട്ട് ആധാരം എടുത്ത് കൊണ്ടുവന്ന ഒരു സീനാണ്. സോ ഇതിലൂടെ എന്ത് ചെയ്യുന്നു, ദിലീപ് ചെയ്ത ഈ ക്രൈം എന്ന് പറയുന്നത് ഏതിൽ വരും, ദിലീപ് എന്ന് പറയുന്ന മാധവൻ എന്ന് പറയുന്ന ഈ ക്യാരക്ടർ ചെയ്ത ക്രൈം ഏതിൽ വരും, IPC 380 വരും. എവിടെയാണ്? IPC 380 പ്രകാരം ദിലീപിന് ലഭിക്കാവുന്ന ശിക്ഷ 7 വർഷം തടവും അല്ലെങ്കിൽ ഫൈനോട് കൂടിയ 7 വർഷം തടവായി. സോ അടുത്തത് 380 കഴിഞ്ഞാൽ 381 എന്താ പറയുന്നത്, തെഫ്റ്റ് ബൈ ക്ലർക്ക് ഓർ സെർവൻറ്റ് ഓർ പ്രോപ്പർട്ടി ഇൻ പൊസഷൻ ഓഫ് മാസ്റ്റർ. അതായത് ഒരു ക്ലർക്കോ സെർവൻറ്റോ മാസ്റ്ററുടെ കൈവശമുള്ള, അയാളുടെ ഓണറുടെ കൈവശമുള്ള സാധനം കക്കുകയാണെങ്കിൽ, കളവ് നടത്തുകയാണെങ്കിൽ എന്തായിരിക്കും, എന്താണ് പറയുന്നത് നോക്കാം. ഹൂഎവർ ബീയിങ് എ ക്ലർക്ക് ഓർ സെർവൻറ്റ് or being employed in the capacity of a clerk or servant commits theft in respect of any property in the possession of his master employer shall be punished with imprisonment of either description of a term which may extend to 7 years and shall also be liable to fine. ഇവിടെ എന്താണ് പറയുന്നത്, അപ്പോൾ ഒരു ഓണറിൻ്റെ അല്ലെങ്കിൽ ഒരു മുതലാളിയുടെ അല്ലെങ്കിൽ ഒരു എംപ്ലോയറിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു ക്ലർക്ക് അല്ലെങ്കിൽ ഒരു ഭൃത്യൻ, സെർവൻറ്റ്, ഇതുപോലെ ഒരു അയാളുടെ മാസ്റ്ററിൻ്റെ അല്ലെങ്കിൽ എംപ്ലോയറുടെ കൈവശമുള്ള ഒരു വസ്തു അയാളുടെ സമ്മതമില്ലാതെ അടിച്ചു മാറ്റണമെന്നുള്ള സ്വഭാവത്തോടു കൂടി തന്നെ എടുക്കുകയാണെങ്കിൽ, അയാളുടെ മാസ്റ്ററുടെ പെർമിഷൻ ഇല്ലാതെ കൊണ്ടുപോയി വിൽക്കുകയോ അല്ലെങ്കിൽ കൊണ്ടുപോവുകയോ ചെയ്താൽ അയാൾ എന്ത് ചെയ്തു, 381 പ്രകാരമുള്ള തെഫ്റ്റ് ചെയ്തു എന്ന് പറയുന്നു. അതിനുള്ള ശിക്ഷ എന്താണ്, 7 വർഷവും ഫൈനുമാണ്. 7 വർഷവും അല്ലെങ്കിൽ 2. സോ ഇത് 7 വർഷം 2 എന്നുള്ളതല്ല പ്രാധാന്യം. 381 എന്ന് പറയുന്നത് ആര് ചെയ്യുന്ന തെഫ്റ്റാണ്, ക്ലർക്കോ അല്ലെങ്കിൽ സെർവൻറ്റോ ചെയ്യുന്നതാണ്. ക്ലർക്ക് അല്ലെങ്കിൽ ആ സെയിം പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും അല്ലെങ്കിൽ സെർവൻറ്റ്, അതായത് ഇയാൾക്ക് ഏറ്റവും വിശ്വാസപ്പെട്ട ഒരാളാണ് ഈ പറയുന്ന ക്ലർക്ക് അല്ലെങ്കിൽ സെർവൻ്റ് എന്ന് പറയുന്നത്. എംപ്ലോയറിന് വിശ്വാസയോഗ്യമായ ഒരാളാണ്. സോ അവർ തന്നെ വേലി തന്നെ വിളവ് നിന്ന് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും, 7 വർഷം ഫൈനും 7 വർഷം തടവും ഫൈനും കിട്ടുന്ന ഒരു തെറ്റായി മാറും. ഇനി 382 ആണ്. APC 382 പറയുന്നത് എന്താണ്, തെഫ്റ്റ് ആഫ്റ്റർ പ്രിപ്പയറിംഗ് മെയ്ഡ് ഫോർ കോസിംഗ് ഡെത്ത്, ഹർട്ട് ഓർ റെസ്ട്രെയിൻ ഇൻ ഓർഡർ ടു ദി കമ്മിറ്റിംഗ് ഓഫ് തെഫ്റ്റ്. ഒരു കളവ് നടത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഈ കളവിനിടയിൽ എപ്പോഴെങ്കിലും പിടിക്കപ്പെട്ടാൽ അയാളെ കൊല്ലാൻ വരെ ഇയാൾ പ്രിപ്പയർഡ് ആയിരിക്കണം. കൊല്ലണം എന്നുള്ളതല്ല ഈ തെഫ്റ്റിൽ പറയുന്നത്, പക്ഷെ കൊല്ലാനുള്ള പ്രിപ്പറേഷൻ വരെ അയാളുടെ കയ്യിലുണ്ടെങ്കിൽ അത്തരത്തിലുള്ള തെഫ്റ്റ് ആണെങ്കിൽ അത് 382 വരും. ഇവിടെ എന്താണ്, ആ തെഫ്റ്റും നടന്നിരിക്കണം, ഇയാളുടെ കയ്യിലൊരു ആയുധം, അതൊരു വടിയായാൽ, ഒരു ഇരുമ്പ് വടിയായാൽ മതി, ഒരു തോക്കായാലും മതി, കത്തിയായാലും മതി. സോ അയാളുടെ പ്രിപ്പറേഷനിൽ മൈൻഡിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ആരെങ്കിലും ഞാനിത് എടുത്ത് കൊണ്ടുപോകുമ്പോൾ ഫ്രണ്ടിൽ വന്നത് തടഞ്ഞാൽ അയാളുടെ വകവരുത്തണം, അല്ലെങ്കിൽ അയാൾക്ക് സാരമായി പരിക്കേൽപ്പിച്ച് എനിക്ക് രക്ഷപ്പെടണം. സോ അതാണ് 382. അയാൾ അങ്ങനെ അവിടെ ചെയ്യുന്നില്ല, പക്ഷേ എന്താണ്, അയാൾ അതിനുള്ള ഒരുക്കങ്ങൾ കൂട്ടി എന്നുള്ളത് കൊണ്ടാണ് IPC 382 വരുന്നത്. അപ്പോൾ അയാൾ അങ്ങനെ മാരകമായി മുറിവേൽപ്പിക്കുകയോ കൊല്ലുകയൊക്കെ ചെയ്താൽ അതിനുള്ള IPC സെക്ഷൻ വേറെയാണ്. പക്ഷേ അയാളുടെ അതിനുള്ള പ്രിപ്പറേഷൻ മാത്രം അയാൾ നടത്തിയിട്ടുണ്ടെങ്കിൽ, അയാളുടെ കയ്യിലുണ്ടെങ്കിൽ, ഈ കളവ് നടത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ IPC 382 ആണ് വരിക. അതെന്താണെന്ന് നോക്കാം. ഹൂഎവർ കമ്മിറ്റ്സ് തെഫ്റ്റ് ഹാവിംഗ് മെയ്ഡ് preparation for causing death or hurt or restraint or fear of death or hurt or restraint to any person in order to committing such theft, in order to the effecting of his escape after the committing of such theft, or in order to the retaining of property taken by such theft shall be punished with rigorous imprisonment for a term which may extend to 10 years, shall also be liable to punishment. 10 വർഷവും ഫൈനും കിട്ടാവുന്ന ഒരു കുറ്റകൃത്യമാണിത്. ഇവിടെ എന്താണ് ചെയ്യുന്നത്, ഒന്നെങ്കിൽ എന്ത് ചെയ്യണം, ഇയാൾ ഇങ്ങനെ തടയുമ്പോൾ എന്ത് ചെയ്യും, ഈ തോക്ക് കാട്ടി ഭീഷണിപ്പെടുത്തും. സോ അയാൾ എന്ത് ചെയ്യും, ഇപ്പോൾ ഇത് തടയുന്ന ആൾ മരണഭയത്താൽ അല്ലെങ്കിൽ സാരമായി പരിക്കേൽപ്പിക്കും എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യും, അയാളെ പോകാൻ അനുവദിക്കും.
സോ അയാൾക്ക് അങ്ങനെ ആ പ്രോപ്പർട്ടി കൈക്കലാക്കാൻ കഴിയും. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം വന്നാലും 382 ആണ് വരിക. നമ്മൾ അതായത് ഇയാൾ മുറിവേൽപ്പിക്കുക എന്നുള്ളതല്ല, മുറിവേൽപ്പിക്കാനുള്ള പ്ലാനിങ് ഉണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ഇയാൾ ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു കള്ളം കയറുകയാണ്, അയാളുടെ ബാക്കിൽ എന്ത് ചെയ്തു, നിങ്ങൾ ബാക്കിൽ ഒളിപ്പിച്ച രീതിയിൽ ഒരു തോക്ക് കണ്ടു, പിന്നെ നിങ്ങൾ ആ സ്ഥലത്തേക്ക് പോവുകയില്ല. കാരണം എന്തുകൊണ്ടാണ്? അയാളെങ്ങാനും ഷൂട്ട് ചെയ്താലോ എന്നുള്ള ഭയം കൊണ്ടാണ്. സത്യത്തിൽ അയാൾ നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് അവിടെ ഒരു ഭയം ജനിക്കുന്നുണ്ട്. ആ ഭയം കൊണ്ടാണ് നിങ്ങൾക്ക് അയാളെ തടയാൻ കഴിയാത്തത്. ഈ ഒരു സാഹചര്യത്തിലും 382 ആയിരിക്കും വരിക എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നോക്കുക, ഈ പിക്ചറിൽ ഇയാളുടെ കയ്യിൽ എന്തുണ്ട്? ഇയാളൊരു കളവിന് വേണ്ടിയിട്ട് ഒരു വീട്ടിൽ വരികയാണ്, പക്ഷെ അയാളുടെ കയ്യിൽ എന്തുണ്ട്? തോക്കുണ്ട്. എന്താണ് ഈ തോക്കിൻ്റെ ലക്ഷ്യം? ഇയാളുടെ കളവ് എപ്പോഴെങ്കിലും പിടിക്കപ്പെടുകയോ അല്ലെങ്കിൽ ആരെങ്കിലും അയാൾ പ്രോപ്പർട്ടി എടുത്ത് കൊണ്ടുപോകുന്നത് തടയുകയോ ചെയ്യുകയാണെങ്കിൽ അയാളെ ഒന്നെങ്കിൽ പേടിപ്പിക്കാൻ, അല്ലെങ്കിൽ ഒരു സാഹചര്യം ഇല്ലെങ്കിൽ അയാളെ അതെടുത്ത് ഉപയോഗിക്കുക തന്നെ ചെയ്യുന്നൊരു അവസ്ഥയിലേക്ക് പോകും. സോ അങ്ങനെയുള്ള ഏതെങ്കിലും മാരകമായ വെപ്പണ് അയാൾ ഇതുപോലെ തടയാനോ അല്ലെങ്കിൽ അതെടുക്കുന്ന സമയത്ത് അയാളെ പേടിപ്പിക്കാനോ കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ 382 ആണ് വരിക. സോ നമ്മൾ ഇന്ന് ഏതൊക്കെ പഠിച്ചു? 378 എന്ന് പറയുന്നത് എന്താണ് തെഫ്റ്റ് എന്നുള്ളത് പഠിച്ചു. വളരെ ഈസി ആയിട്ട് നമ്മൾ പഠിച്ചു. 378 ഒരു പിക്ക് പോക്കറ്റിംഗ് നടത്തുന്ന വീഡിയോയിലൂടെ വളരെ ഈസി ആയിട്ട് പഠിച്ചു. അതിൽ 4 ഇൻഗ്രീഡിയൻസ് പറഞ്ഞു. 1 ഡിസ്ഹോണസ്റ്റി ആണ്, 2 മൂവബിൾ പ്രോപ്പർട്ടി ആയിരിക്കണം, 3 പൊസിഷനിൽ ഉണ്ടായിരിക്കണം, 4 അത് മൂവ് ചെയ്തിരിക്കണം, പൊസിഷൻ ചേഞ്ച് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അവിടുന്ന് അത് മൂവ് ചെയ്തിരിക്കണം, മറ്റൊരാളുടെ പൊസിഷനിലുള്ളത് മാറിയിട്ടിരിക്കണം. അതാണ് 378. 379 എന്ന് പറയുന്നത് എന്തായിരുന്നു? ഈ തെഫ്റ്റിന്, ഇപ്പോൾ പറഞ്ഞ തെഫ്റ്റിനുള്ള ശിക്ഷയായിരുന്നു 3 years അല്ലെങ്കിൽ ഫൈന്, രണ്ടും കൂടിയ ലഭിക്കും. 370. 380 പറയുമ്പോൾ എന്താണ്? നമ്മൾ മീശമാധവനിലെ സീന് കണ്ടുപിടിച്ചു. എന്താണ്? എവിടെയാണ്? അതായത് ജഗതിയുടെ വീട്ടിലാണ് കയറുന്നത്. സോ എന്താണ്? അത് വീട് താമസിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ആവാം, അതൊരു പ്രോപ്പർട്ടി സൂക്ഷിക്കാൻ വെക്കുന്ന ബിൽഡിങ്ങോ ആവാം. അത്തരം സ്ഥലത്ത് നിന്ന് ഇതുപോലെ കളവ് നടത്തിയാൽ അത് 380 വരിക. 7 വർഷമാണ് അതിനുള്ള തടവ് അല്ലെങ്കിൽ ഫൈനും കൂടി ലഭിക്കും. 381 വരുമ്പോൾ അവിടെ ഈ പറഞ്ഞ കളവ് തന്നെ ചെയ്യുന്നത് ഭൃത്യനോ അല്ലെങ്കിൽ ക്ലർക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളോ ആണെങ്കിൽ എന്ത് ചെയ്യും? വിശ്വാസയോഗ്യമായ ഒരാളാണ്. സോ അത്തരത്തിലുള്ള ആളുകൾ എടുത്താലും 7 years ശിക്ഷ ലഭിക്കും. ഇനി മറ്റു കേസ് എന്ന് പറയുന്നത് 382 ആണ്. മോഷണം നടത്താൻ വേണ്ടിയിട്ട് ഏതെങ്കിലും കയ്യിൽ മാരകമായ വെപ്പൺ കരുതുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? മോഷണം ചെയ്യുന്ന സമയത്ത് ഇത് ആരെങ്കിലും തടയുകയാണെങ്കിൽ അയാളെ പേടിപ്പിക്കാനോ ഭീഷണിപ്പെടുത്താനോ അല്ലെങ്കിൽ എന്ത് ചെയ്യാനോ അയാൾക്കെതിരെ അത് ഉപയോഗിക്കാനോ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു ആയുധം കയ്യിൽ വെക്കുകയാണെങ്കിൽ അതിനുശേഷമാണ് ആ മോഷണം നടക്കുന്നതെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? അയാളുടെ കയ്യിൽ വെപ്പൺ ഉണ്ടായിരിക്കണം. മറ്റൊന്ന്, അയാൾ ആ മോഷണം നടത്തിയിരിക്കണം. മോഷണം എന്താണെന്നുള്ളത് 387 പഠിച്ചതാണ്, 378 പഠിച്ചതാണ്. സോ ആ മോഷണവും നടന്നിരിക്കണം. ഇയാളുടെ കയ്യിലൊരു വെപ്പണും ഉണ്ടെങ്കിൽ 382 പ്രകാരം 10 വർഷം തടവും ഫൈനുമാണ് ലഭിക്കുക. സോ അതാണ് വളരെ ഈസി ആയിട്ട് നമ്മൾ 5 സെഷൻ. സോ തെഫ്റ്റിൽ നമ്മൾ ബേസിക് ആയിട്ട് 378 എന്നുള്ളത് ആദ്യം മനസ്സിലുറപ്പിക്കണം. 378 നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ 378 അധികം പക്കയാക്കുക. പിന്നെ തെഫ്റ്റ് എന്ന് പറയുന്ന തെഫ്റ്റിൽ 5 അക്കങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെ 5 സെഷൻ ഉണ്ട്. അത് വളരെ കണ്ടിന്യൂസ് ആയിട്ടാണ് വരുന്നത്. 378, 379, 80, 81, 82. 378 എന്ന് പറയുന്നത് മോഷണം എന്താണെന്ന് പറയുന്നു. ഏതൊക്കെ അവസ്ഥയിൽ? ഇപ്പോൾ ഒരു ട്രീ എന്ന് പറയുന്നത് ഒരു മൂവബിൾ പ്രോപ്പർട്ടിയാണ്. അതെങ്ങനെ മൂവബിൾ പ്രോപ്പർട്ടിയായി? ഡോഗ് എന്ന് പറയുന്നത് എങ്ങനെ മൂവബിൾ പ്രോപ്പർട്ടിയാണ് എന്നുള്ളതൊക്കെ ഇല്ലുസ്ട്രേഷനിലൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോ അത്തരത്തിലുള്ള എക്സാമ്പിൾ വന്ന് നമ്മൾ വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യും. പിന്നെ വേണ്ട 4 ഇൻഗ്രീഡിയൻസ് പഠിച്ചു. ഈ ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ അത് മോഷണമായിരിക്കും എന്നുള്ളത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഇൻഗ്രീഡിയൻസ് നമ്മൾ പക്കയാക്കി. പിന്നെ അടുത്ത സെഷനിൽ അതിനുള്ള പണിഷ്മെൻ്റ് ആയിട്ടുള്ള 3 വർഷം പഠിച്ചു. 380 വാസസ്ഥലത്തോ ഏതെങ്കിലും വസ്തുക്കൾ വെച്ച സ്ഥലത്തോ ഇതുപോലെയുള്ള മോഷണം നടത്തി കഴിഞ്ഞാൽ അത് 380 ആണ് വരിക എന്ന് പഠിച്ചു. 381 വരുമ്പോൾ എന്ത് ചെയ്യും? അത് ക്ലർക്കോ ഭൃത്യനോ നടത്തിയതാണ് എന്ന് പറഞ്ഞു.
82ലേക്ക് വരുമ്പോൾ അത് പ്രിപ്പറേഷനോട് കൂടി ഒരാളെ ഭീഷണിപ്പെടുത്താനോ കൊല്ലാനോ ഒക്കെ ഉള്ള പ്രിപ്പറേഷൻ നടത്തിയിട്ട് അതിനുള്ള ആയുധങ്ങളൊക്കെ കയ്യിൽ വെച്ചിട്ടുള്ള ഒരു മോഷണം നടന്നെങ്കിൽ അതിന് 382 പ്രകാരമാണ് ശിക്ഷിക്കുക എന്നുള്ളത് മനസ്സിലാക്കി. 5 എണ്ണം നമ്മൾ ഒരു നോട്ടും ഒന്നുമില്ലാതെ വളരെ ഈസി ആയിട്ട് നമ്മൾ പഠിച്ചു. ഇതൊരിക്കലും ഇനി മറക്കൂല. ഇത് നിങ്ങളുടെ മനസ്സിൽ വരുമ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോസും പിക് പോക്കറ്റിങ്ങും ഇല്ലുസ്ട്രേഷൻസും മരമുറിയും ഒക്കെ ഇങ്ങനെ കടന്നു വരണം. സോ ഒരിക്കലും നിങ്ങൾക്ക് ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് കണ്ണടച്ച് ഈ പറഞ്ഞ 5 എണ്ണത്തിലൂടെ ഒന്ന് കടന്നു പോവുക. ആ ഇൻഗ്രീഡിയൻസിലൂടെ ഒന്ന് കടന്നു പോവുക. കറക്റ്റായിട്ട് പക്കയായി പഠിച്ചു, ഓക്കെ ആയി, സെറ്റായി. ഇനി നമ്മൾ ഇതൊരിക്കൽ കൂടി നമുക്ക് കേൾക്കുകയോ ഒന്നും വേണ്ട, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, സോ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത സെഷനിൽ മറ്റൊന്നുമായിട്ട് വരാം. അതിനു മുമ്പ് എന്ത് ചെയ്യാം, ഏതൊക്കെ രീതിയിൽ ഈ ഒരു 5 സെഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ നൽകുന്നതാണ്. അത്തരത്തിലുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, എൻ്റെ ഈ പഠന ശൈലി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഈ പഠന ശൈലി മാറ്റണമെങ്കിൽ എന്ത് വേണമെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.